മുലൂകുൽ ജന്ന, സ്വർഗത്തിലെ രാജാക്കന്മാരാണ് അവർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിലെ രാജാക്കന്മാർ പട്ടിണിപ്പാവങ്ങൾ മാത്രമല്ല, കുറച്ചൊക്കെ ധനികന്മാരോടുണ്ടാവൂലേ. സ്വർഗത്തിലെ രാജാക്കന്മാർ, സ്വർഗസ്ഥരായ സ്വർഗത്തിലെ അന്തേവാസികൾക്ക് മേലാളന്മാരായ രാജാക്കന്മാർ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ്, അലാ ഉഖ്ബിറുക്കും അൻ മുലൂകിൽ ജന്ന, അലാ ഉഖ്ബിറുക്കും അൻ മുലൂകിൽ ജന്ന, സ്വർഗത്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം തരട്ടെയോ? മുആദിനോട് ആ നബി ചോദിക്കുന്നത്. മുആദ് എന്നവർ പറഞ്ഞു, അതേ നബിയേ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, റജുലുൻ ദഈഫുൻ മുസ്തദ്അഫുൻ ദൂ ഖിംറൈൻ ലാ യുബഉ ലഹു ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. ഇബ്നു മാജ നിവേദനം ചെയ്ത ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു, സ്വർഗ്ഗത്തിലെ രാജാവ് ദഈഫ്, പാവപ്പെട്ട ദുർബലൻ, പാവപ്പെട്ടവൻ ദുർബലൻ, മുസ്തദ്അഫ്, ദുർബലൻ എന്നു തന്നെ ജനങ്ങളാൽ വിധി എഴുതപ്പെട്ടവൻ, ആരും പാവമായി കാണുന്നവൻ, പച്ചപ്പാവം എന്ന് എല്ലാവരും പറഞ്ഞ് നിസ്സാരമാക്കുന്നവൻ, അവനൊന്നിനും കൊള്ളില്ല എന്നെല്ലാവരും പറയുന്നവൻ, ഇവൻ തന്നെയാണ് സ്വർഗത്തിലെ രാജാവ്. അവന് രണ്ട് നുരുമ്പിയ വസ്ത്രങ്ങളെ ശരീരത്തിലുള്ളൂ, ഉടുക്കാനൊരു തുണിയും പുതക്കാനൊരു പുതയും, ഇങ്ങനെ 2 വസ്ത്രങ്ങൾ മാത്രമുള്ള, കുപ്പായവും കുപ്പായത്തിനടിയിൽ ഒരു കുപ്പായവും, തുണിയും തുണിക്കടിയിൽ ഒരു വസ്ത്രവും, അതിനു മുകളിൽ കാണുന്ന നമ്മുടെ ആടയാഭരണങ്ങളൊന്നും ഈ കാണുന്നവനില്ല. നുരുമ്പിയ രണ്ട് വസ്ത്രങ്ങൾ. അവനാരും വില വെക്കൂല, അവനാരും പരിഗണിക്കൂല, അവൻ ചെന്നാൽ ആരും മൈൻഡ് ചെയ്യൂല, അവൻ ചെയ്യുന്നതാരും അറിയില്ല, അവൻ സദസ്സിലില്ലെങ്കിൽ ആരും അന്വേഷിക്കില്ല, ആരും വില വെക്കാത്തവൻ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. പക്ഷേ പടച്ചവന്റെ അടുക്കൽ അവൻ എവിടെയാണെന്നറിയുമോ? അവനൊരു കാര്യം ആണയിട്ട് പറഞ്ഞാൽ ആണയിട്ട കാര്യത്തെ അല്ലാഹു സാധിപ്പിച്ചു നൽകും. മഴ ഉണ്ടാകണം എന്നവൻ അല്ലാഹുവിനെ മുൻനിർത്തി പറഞ്ഞാൽ ഉണ്ടാകും. മഴയില്ലാതാകണമെന്നവൻ അല്ലാഹുവിനെ മുൻനിർത്തി പറഞ്ഞാൽ ഇല്ലാതാകും. ഇന്ന ആളുടെ രോഗം സുഖപ്പെടണമെന്ന് അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ സുഖപ്പെടും. അല്ലാഹുവിൽ ആണയിട്ട് നിനക്ക് രോഗമില്ലെന്ന് പറഞ്ഞാൽ രോഗമില്ലാതാകും. അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അവനെ സത്യത്തിൽ പിഴക്കാൻ അല്ലാഹു അനുവദിക്കില്ല. അവന്റെ ആ സത്യം അല്ലാഹു പുലർത്തിക്കുക തന്നെ ചെയ്യും, സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവർ ദുർബലരിൽ ദുർബലർ, അവർ സ്വർഗത്തിലെ രാജാവാകുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി